ഈ റോം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച ഒരു നീറോ ചക്രവർത്തിയെക്കുറിച്ച് മലയാളികളെല്ലാവരും കേട്ടറിവുണ്ട് മലയാളികൾക്ക്. പക്ഷേ അങ്ങനെ ഒരു നീറോ ചക്രവർത്തിയെ നേരിട്ട് കാണാനുള്ള സാഹചര്യം മലയാളികൾക്ക് ഇതുവരെ ഉണ്ടായില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണ് മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ല, അതിനുള്ള അധികാരത്തെ. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, 19 ദിവസം ഇവരെല്ലാവരും കൂടി 3 വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്? അതെവിടെ നിന്നാണ് വരുന്നത്? അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞാലും മതി. എന്താണ് ഇവരുടെ വരുമാന സ്രോതസ്? അതല്ല, അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ആണെങ്കിൽ അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, 19 ദിവസം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേരളത്തിലില്ല. ഈ ചുമതല, മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല, അത് ആർക്കാണ് കൈമാറിയിരിക്കുന്നത്? ഒരു പത്രക്കുറിപ്പ് ഈ കാര്യത്തിൽ ഇറക്കിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തിരുത്താം. ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ആർക്കും ചുമതല കൈമാറാതെ അങ്ങ് തോന്നിയ പോലെ ഇറങ്ങിപ്പോവുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ നിരുത്തരവാദമല്ലേ? മാത്രമല്ല, അങ്ങേയറ്റത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ഒരു സർക്കാർ, അങ്ങനെ ഒരു സർക്കാരിൻ്റെ തലവൻ ഇത്തരം ആഡംബരങ്ങളിൽ മുഴുകുന്നതിനെ പറ്റിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ്? സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമോ? എല്ലാ കാര്യങ്ങളിലും മോദിയെ വിമർശിക്കാൻ സമയം കണ്ടെത്തുന്ന ആളാണ് നമ്മുടെ CPIയുടെ സെക്രട്ടറി. അദ്ദേഹം ഈ കാര്യത്തിൽ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. UDFൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇന്നലെ ഇത് ചോദിച്ച ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് ഉടനെ മുങ്ങി. കാരണം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേത് സഹകരണാത്മക പ്രതിപക്ഷമാണ്. ഞാൻ ബംഗാളിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി കണ്ടു. 4%, 3% ഒക്കെ വോട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓരോ നിയോജക മണ്ഡലത്തിൽ. ചില പരിപാടികളും കണ്ടു. നമ്മുടെ നാട്ടിൽ ഈ സ്വതന്ത്രന്മാരടക്കം പരിപാടി നടത്തിയാൽ മുന്നിലിരിക്കാൻ ഒരു 15 പേരെ അവരെ കൊണ്ടുവന്നിരുത്തും. അതുപോലും ഇല്ലാത്തൊരു ഗതികേടിലാണ് മാർക്സിസ്റ്റ് പാർട്ടി. കാരണം ബംഗാളിലെ ജനങ്ങൾ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞു. ആ ബംഗാളിലെ സ്ഥിതി അധികം വൈകാതെ കേരളത്തിലും വരും. അത് വരാതിരിക്കണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമെങ്കിലും അവർ നിറവേറ്റണം.
പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അതല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണത്. പക്ഷെ ആരാണ് ഇതിൻ്റെ ചെലവ് വഹിക്കുന്നത്? ആരാണ് ഇതിൻ്റെ സ്പോൺസർ? 19 ദിവസം ഒരു മുഖ്യമന്ത്രി കുടുംബത്തെ മുഴുവൻ കൂട്ടിയിട്ട് ഈ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ പോകാനുള്ള ചെലവ് ആര് വഹിക്കുന്നു? ഒന്ന്, ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ രണ്ടാമത് ആവർത്തിക്കണ്ടല്ലോ. രണ്ട്, ഞാൻ ചോദിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഈ ചൂടിൽ വീണ് മരിക്കുക. കേരളത്തിൽ ഇന്ന് വരെ ഉഷ്ണതാപം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേനൽക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ മരിക്കുന്നത്, വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നത് കേട്ടിട്ടുണ്ട്, മണ്ണിടിഞ്ഞ് മരിക്കുന്നത് കേട്ടിട്ടുണ്ട്, ചൂട് കാരണം മരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ മരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഈ ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോകേണ്ട സമയമാണോ ഇത്? പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങളുടെ പാലക്കാടോ ഇവിടെ ഒരു പ്ലീനം നടത്തിയിരുന്നല്ലോ, പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അതിൽ പറഞ്ഞത് വലിയ ജനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലായിരിക്കണം പൊതുപ്രവർത്തകൻ. മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ അങ്ങനെ ആണെന്നാണ് സാധാരണ പാർട്ടിക്കാരോട് പറയുന്നത്. അത് ഈ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ആരാണെന്ന് പറഞ്ഞാൽ മതി, എളുപ്പമായി, പ്രശ്നം തീർന്നു. പിന്നെ എങ്ങനെ പോവുക? അദ്ദേഹത്തിന് എന്താ വരുമാനം ഇതിൽ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ് എന്താണെന്ന് അദ്ദേഹം പറയണം. 19 ദിവസം ഔദ്യോഗികമായിട്ട് അനുമതി വാങ്ങിയതനുസരിച്ച് 5 പേര് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ 5 പേരുടെ ചെലവ് എത്ര വരും? ആ ചെലവ് വഹിക്കാനുള്ള വരുമാന സ്രോതസ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞാൽ മതി. അല്ല, ഈ ഇതുപോലത്തെ ദുരൂഹതയല്ല എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം, ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ 19 ദിവസം വിനോദയാത്ര നടത്തുകയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ഒന്ന്. 2, ഇതിൻ്റെ ചെലവ് എവിടുന്ന് വരുന്നു? 3, ഇത് ഈ വകുപ്പിൻ്റെ ചുമതല ആർക്ക് കൈമാറി? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഇതൊക്കെ നേരിട്ട് ആ ആൾക്കാരോട് എല്ലാവരും ചോദിച്ചൂടെ? എന്നോട് എന്തിനാ ചോദിക്കും? അല്ല, എൻ്റെ കാര്യം, ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊന്നിലും ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളാരും ഇന്നലെ, നിങ്ങൾ ലോകത്തിൻ്റെ കീഴിലുള്ള സൂര്യന് കീഴിലുള്ള സർവ്വകാര്യവും ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് ചാനൽ പ്രവർത്തകർ. ഇന്നലെ ഒരു ചാനലിലും ഞാൻ കണ്ടില്ല ഈ മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയും മുഖ്യമന്ത്രി 19 ദിവസം കേരളത്തിലെ ജനങ്ങൾ വീണ് മരിക്കുകയാണ് മനുഷ്യ. എന്നിട്ട് ഇടതുപക്ഷം എന്ന് പറയുകയാണ്. ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജനങ്ങളൊക്കെ ധരിക്കുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പാർട്ടിയുടെ തലവൻ ഇങ്ങനെ ചെയ്തിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് കേരളത്തിലെ പൊതുവെ മാധ്യമപ്രവർത്തകരെല്ലാവരും. നിങ്ങൾക്കാർക്കും അത് സംസാരിക്കാനോ അത് ചർച്ച ചെയ്യാനോ സമയമില്ല, താല്പര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇന്ന് താനൂർ ബോട്ട് അപകടം നടന്നിട്ട് 1 വർഷമായി. 1 വർഷം 22 ജീവനാണ് പൊലിഞ്ഞത്. 22 ജീവൻ. ഈ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെ പോലെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോകാൻ കഴിയാത്ത ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. അവരാണ് ആ താനൂരിലൊക്കെ പോയത്. അത് കഴിഞ്ഞിട്ട് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ താനൂർ അപകടം നടന്നിട്ട് 1 വർഷമായിട്ട് 22 ജീവൻ പൊലിഞ്ഞ ഒരു സംഭവത്തിൻ്റെ അന്വേഷണം എവിടെ എത്തി? അതിൽ നഷ്ടപരിഹാരം, ആ നഷ്ടപരിഹാരം ഈ മുഴുവൻ ആളുകൾക്കും കിട്ടിയോ? ഇതൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് ആർക്കും സമയമില്ല. നിങ്ങൾക്ക് ഉടനെ അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജൻ. അതാ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചോ, എനിക്ക് വിരോധമില്ല. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുക. ഞാൻ പറയുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, യാതൊരു സംശയം വേണ്ട. അല്ല, അനുമതി നിഷേധിക്കാൻ
വിദേശകാര്യ വകുപ്പിന് അധികാരമില്ല. കാരണം നമ്മൾ ഒരൊറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. വിദേശ യാത്രക്ക് ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന ആളുകൾ യാത്ര ചെയ്യാൻ അനുമതി വാങ്ങുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പറയും. ഒന്ന്, ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല. ഇന്ത്യയും സന്ദർശിക്കുന്ന രാജ്യവും തമ്മിലുള്ള ബന്ധം മോശമാകുന്ന തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല. ഇത് ഒഴിച്ച് ബാക്കി അവർ വ്യക്തിപരമായിട്ട് ഒരാൾ പോകുന്നതിന് കേന്ദ്ര സർക്കാരിന് തടയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വന്നത്. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം നിങ്ങളെന്താ ചോദിക്കാത്തതെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളാരും നിങ്ങളുടെ രാത്രിയത്തെ ചർച്ചകളിൽ ആ ചർച്ചകളിലൊന്നും ഈ വിഷയം എടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ എന്താ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക എന്ന് പറയുന്ന ചൊല്ല് അത് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇന്നലെ വി ഡി സതീശൻ. കാരണം ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ വി ഡി സതീശൻ താല്പര്യം കാണിച്ചില്ല. കുഴൽനാടൻ ഈ വിഷയം ഉന്നയിച്ചു. എനിക്ക് തോന്നുന്നു അന്നേ സതീശൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇവനെ കൊണ്ട് തന്നെ ഞാനിത് ഇറക്കിപ്പിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ കുഴൽനാടൻ ചോദിച്ചു, കൈക്കൂലി വാങ്ങിയ പണത്തിന് GST അടച്ചിട്ടുണ്ടോയെന്ന്. അതൊരു ചോദ്യമാണ്. GST അടച്ചു വന്നിരിക്കട്ടെ, കൈക്കൂലി വാങ്ങിയ പണം നിയമപരമായിട്ടുള്ള പണമായിട്ട് മാറുമോ? GST അടച്ചതുകൊണ്ട് വരുമാനം നിയമപരമായിട്ടുള്ളതാവുന്നില്ല. വരുമാനത്തിൻ്റെ നികുതി അടച്ചു എന്നേ ഉള്ളൂ. വരുമാനം യഥാർത്ഥത്തിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ അപ്പോഴും സാധിക്കും. അതും കഴിഞ്ഞിട്ട് ഒരു രേഖയുമില്ലാതെ വിജിലൻസിൻ്റെ മുൻപാകെ പോയിട്ട് അത് തള്ളിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുപ്പിക്കാൻ, അതിന് സഹകരണാത്മക പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടാണോ അതോ ഇനി കുഴൽനാടനും നേരിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് എത്തിയോ എനിക്കറിയില്ല.